എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു 10-15 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ എൻ്റെ കാറിലും എൻ്റെ മൊബൈലിലും എൻ്റെ ലാപ്ടോപ്പിലും കേൾക്കുന്നൊരു പാട്ടാണ്. ഏറ്റവും വലിയൊരു സംഗീത സംവിധായകനായ വിദ്യാധര മാഷയുടെ ഒരു പാട്ട്. പുള്ളി മ്യൂസിക് ചെയ്തതാണ്. അപ്പോൾ ആ പാട്ട് പുള്ളീൻ്റെ വോയിസിൽ, പുള്ളീൻ്റെ അനിയനാണ് അതിൽ തബല വായിക്കുന്നത്. അതിൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു പാട്ട്. ഞാനിത് കുറേ കേട്ടിരുന്നു. ഉച്ചയ്ക്ക് വരെ ഞാൻ പാടി ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അതിൻ്റെ കാറിലിരുന്നിട്ട്. അപ്പോൾ വിദ്യാധരൻ മാഷാണ്. ഞാനതിൻ്റെ ട്രാക്ക് എടുക്കാൻ നോക്കി, കാര്യമൊക്കെ നടന്നില്ല. അത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു ശ്രമം. അയാൾ എന്നെയായിട്ട് കമ്പയർ ചെയ്യരുത്. വലിയൊരു സംഗീത എനിക്കിഷ്ടപ്പെട്ടൊരു പഴയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാട്ടുകാരനല്ല, എന്നാലും ഒരു ശ്രമം. ദാ വാച്ച് ഇറ്റ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പാടുന്നേ. അന്തകാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരതഹാരവുമായി നിൽപ്പൂ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണെൻ്റെ മനസ്സിലെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിന്നു. കണ്ണടച്ചാലുമെൻ്റെ കരളിലൊരുങ്ങുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെൻ്റെ കണ്ണിൽ വീഴുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിരുന്ന കളിവിരുന്നൊരുങ്ങുന്ന കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കർപ്പൂരദീപമാകും മണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ. കർപ്പൂരമെരിയുന്ന
കാണി മണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ കാവ്യം പോലെ കഥന കാവ്യം പോലെ കടമഴങ്ങിൽ കണ്ട കഥമയന്തി നീ കതിർമൈദമയന്തി നീ കൽപ്പാന്ത കാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിന്നു കല്യാണരൂപനാകും കണ്ണന്റെ മനസ്സിലെ കവർന്നരാഗിതിയെ പോലെ കവർന്നരാഗിതിയെ പോലെ കൽപ്പാന്ത കാലത്തോളം കാതലേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. വിദ്യാധരൻ മാഷർ. താങ്ക് യു.